തുടങ്ങിയ കാലത്ത് തന്നെ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ ആയിരുന്നു എല്ലാ പണി നമ്മൾ തന്നെ എടുക്കുക എന്നുള്ളത്. എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, മൈ നെയിം ഈസ് കലാം ഡോട്ട്. എല്ലാ കോണ്ടന്റുകളും ഞാൻ റിട്ടൺ കോണ്ടന്റാണ്. ഇപ്പോൾ ആസ് ഓഫ് നോ റാങ്കിങ്ങിൽ മൂന്നാമത് അല്ലെങ്കിൽ ഒന്നാമതോ രണ്ടാമതോ അല്ലെങ്കിൽ ഓവർവ്യൂവിലോ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പ്രോഡക്റ്റുകളും കമ്പനികളും ബ്രാൻഡുകളും ഉള്ളിടത്തോളം മാർക്കറ്റിംഗ് ഉണ്ടാവും. പതിമൂന്ന് വർഷത്തെ ഒരു മാർക്കറ്റിംഗ് ജേർണിയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് ഒരു എവല്യൂഷൻ കണ്ട ഒരാളാണ് കലാം. സോ അതിൻ്റെ ആ ഒരു ചേഞ്ചസ് എന്ന് പറയാം, അതായത് ഇപ്പം തുടങ്ങിയ സമയത്തും ഇപ്പം AI ഒരു ഇന്റർഫിയറൻസ് വന്നതിന് ശേഷവും വന്നൊരു മാറ്റവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എവല്യൂഷൻ. ഓക്കെ, ഞാൻ തുടങ്ങിയ കാലം എന്ന് പറഞ്ഞാൽ ലൈക്ക് 2012 ആണ്. തുടങ്ങിയ കാലത്ത് തന്നെ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ ആയിരുന്നു എല്ലാ പണി നമ്മൾ തന്നെ എടുക്കുക എന്നുള്ളത്. ഈ പറയുന്ന പോലെ ഇപ്പോഴും സെഗ്മെന്റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. പെർഫോമൻസ് മാർക്കറ്റർ, SEO, അമിത് ഒരു SEO അനലിസ്റ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്നത്തെ SEOയും കോപ്പറേറ്ററും പെർഫോമൻസ് മാർക്കറ്ററും സോഷ്യൽ മീഡിയ മാനേജറും എല്ലാം നമ്മൾ തന്നെ. പിന്നീട് ഈ ഒരു എവല്യൂഷനിൽ അത് സെഗ്മെന്റൈസ് ആയി അതാത് നീഷിൽ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസും എവല്യൂഷൻസും വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അമിതത്തെ കുറിച്ച് ചോദിക്കും, SEOയിൽ ഇനി എന്തൊക്കെ ചേഞ്ചസ് വന്നിരിക്കുന്നത്, ഇനി വരാൻ പോകുന്നതിനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും? അല്ലേ, നമ്മൾ കുറേ GEOസും AEOസും കേൾക്കുന്നുണ്ട്. അതായത് ആസ്ക് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവും, റാങ്കിങ് ഫാക്ടേഴ്സ് ഇല്ലാതാവും. AI മോഡ് വന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിളിൽ AI മോഡ് വന്നു. ഇനി ലൈക്ക് അതോറിറ്റി ഇല്ലാത്ത വെബ്സൈറ്റ്സുകൾ, പ്രത്യേകിച്ച് ആസ്ക് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 100ാമത്തെ പേജിലുള്ള വെബ്സൈറ്റുകൾക്ക് AI ലിസ്റ്റ് ചെയ്യപ്പെടാം. അതായത് അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം? AI നമ്മുടെ വെബ്സൈറ്റ് ക്രോള് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം, അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക്? ഇപ്പോൾ ബേസിക്കലി നമുക്കൊരു ട്രഡീഷണൽ SEOയുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഓൺ പേജ് ഉണ്ട്, ഓഫ് പേജ് ഉണ്ട്, ടെക്നിക്കൽ സൈഡ്, കുറേ ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്ത് അതിൻ്റെ അൽഗോരിതം വെച്ചിട്ടാണ് ഇത് റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് AI മോഡിലോട്ട് ഇപ്പോൾ അത് സെപ്പറേറ്റ് ടാബായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സെർപ്പ് അവൈലബിൾ ആണ് തന്നെ നമുക്ക്. ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിള് എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ഷോക്കേസ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ടുണ്ടോ? അതായത് നമുക്ക് വളരെ പേഴ്സണലൈസ് ചെയ്ത് ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഏറ്റവും ലൈക്ക് ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസൈസ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്കിപ്പോൾ ഓവർവ്യൂ എന്ന് കാണാം, അല്ലേ? നമ്മളിപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ള ക്ലിയർ ആയിട്ടൊരു ഉത്തരം ഗൂഗിൾ പറഞ്ഞിരിക്കും. നമുക്ക് കുറേ വെബ്സൈറ്റ്സ് ഒന്നും സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ഇനി നോക്കാന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഇപ്പം പറയുന്ന ഒപ്റ്റിമൈസേഷൻസ് ഉണ്ടല്ലോ, AI വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻസ്, ചാറ്റ് ബോട്ട്സ് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ. ഇപ്പോൾ AI ജിക്ക് വേണ്ടിയുള്ള ഒപ്റ്റിമൈസേഷൻ്റെ ഒരു ചുരുക്കി പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഓഡിയൻസ് ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ സെർച്ച് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തിരയൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കോണ്ടന്റിൽ വരണം. രണ്ടാമത് സ്ട്രക്ചർഡ് ഡാറ്റ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർഡ് ഡാറ്റ ഉപയോഗിക്കുന്നത് തന്നെ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ, ഇപ്പോൾ ഇമേജ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോസ്, അപ്പോൾ വെബ്സൈറ്റിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് ഉള്ളതെന്നുള്ള കൃത്യമായിട്ട് സെർച്ച് എഞ്ചിൻസിന് മനസ്സിലാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ബേസ് ചെയ്തതിന് നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സബ് ടോപ്പിക്കിൽ നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എഴുതുന്നൊരു ടോപ്പിക്കാണെങ്കിൽ അതിൽ സബ് ടോപ്പിക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താ, അതുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്, അങ്ങനെ ആളുകൾ ചോദ്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ടല്ലേ. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ആ കണ്ടന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്തരത്തിൽ ഈ ഫാക്ടേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 ഫാക്ടേഴ്സ് പറഞ്ഞു, ഈ 3 ഫാക്ടേഴ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കോണ്ടന്റിൽ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആര് കൺസിഡർ ചെയ്യും? നമ്മുടെ കോണ്ടന്റിനെ സെർച്ച് റിസൾട്ടിൽ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇനി ആ തരത്തിൽ ഇപ്പോൾ Ahrefs അതുപോലെ തന്നെ സെംറഷും മോസും ഒക്കെ നമ്മുടെ പഴയ ട്രഡീഷണൽ രീതിയിലുള്ള SEO ആസ്പെക്റ്റിൽ ബെഞ്ച് മാർക്ക് ചെയ്ത് അനലൈസ് ചെയ്യുന്ന ടൂളുകളാണ്. ഇനി പയ്യെ ഈ AI മോഡിന് വേണ്ടിയിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ അതോറിറ്റി റാങ്കിങ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാവുമ്പോൾ അവരുടെ സാസ് ടൂളുകളും എന്താവും? ആ തരത്തിലേക്ക് ഇവോൾവ് ആവും. ഇനി AI മോഡിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരുപാട് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടുള്ള ആ ബെഞ്ച് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടുള്ള ടൂളുകൾ ഈ ടൂളുകളിലെല്ലാം വന്നു തുടങ്ങും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതല്ല, ഇപ്പം ഇത് മൊത്തത്തോടെ മാറും, അതായത് ഇതിപ്പം ടൈം എടുത്ത് പയ്യെ ആയിരിക്കും മാറുക. നമുക്ക് ഒറ്റയടിക്ക് ഇതൊരു ചേഞ്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ അപ്ഡേറ്റുകളിലും പുതിയ ഫീച്ചർ, ഇപ്പം ഗൂഗിൾ ആഡ്സിൽ തന്നെ നോക്കിയേ, ലൈക്ക് പയ്യാണ് AIയുടെ കടന്നു വരുവാന്ന്. ഇപ്പോൾ ഏതൊരാൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ SEO പോലെ തന്നെ പെർഫോമൻസ് മാർക്കറ്റിൽ ഭീകരമായിട്ടുള്ള ചേഞ്ച് വന്നു.
ഇപ്പം മെറ്റയിലും ഗൂഗിൾ ആഡ്സിലും ഒക്കെ ഒരു ബിസിനസ് ഓണറിനും ഒരു സ്മോൾ ബിസിനസ് ഓണറിന് തന്നെ ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ വളരെ ഈസി ആയിക്കൊണ്ടിരിക്കുക. കാര്യം ഞാനിപ്പോൾ ഒരു വെബിനാർ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം ചാറ്റ് ബോട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് APIനെ കുറിച്ചോ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഇംഗ്ലീഷ് IELTS വേണ്ടിയിട്ടൊരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു വെബിനാർ നടത്തുകയാണ്. ഞാൻ ആ വെബിനാറിൻ്റെ ക്രിയേറ്റീവിൽ അത് IELTS ഫോർ പീപ്പിൾ ഹു ആർ ഗോയിങ് എബ്രോഡ്, അല്ലെങ്കിൽ ഒരു കാനഡയിൽ നിങ്ങൾ ജോലി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള IELTS കോച്ചിങ്ങിന് ഒരു വെബിനാർ നടത്തുകയാണ്. അപ്പം ഈ ക്രിയേറ്റീവിൽ നിന്ന് മെറ്റയുടെ AI അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുകയാണ്. ഇത് ഇറ്റ്സ് എ വെബിനാർ റിലേറ്റഡ് ടു IELTS. ഇതെ കാണിക്കേണ്ടത് ഈ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയാണ്. വളരെ ഈ ടാർഗറ്റിങ്ങും ഓഡിയൻസ് ടാർഗറ്റിങ്ങും വളരെ ഈസി ആയി വരികയാണ്. അത്രത്തോളം എല്ലാ പ്ലാറ്റ്ഫോംസ് ഈസിയായി വരുന്നത് കൊണ്ട് തന്നെ അത് AIയുടെയും മെഷീൻ ലേണിങ്ങിൻ്റെയും കടന്നുവരവോടുകൂടിയാണ് ഇത് സാധിച്ചിട്ടുണ്ട്. മറ്റേത് നമുക്ക് ഭയങ്കര ലൈക്ക് സ്ക്രൂട്ടനി ചെയ്തിട്ട് നമുക്ക് ലൈക്ക് കറക്റ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ വളരെ ഈസി ആയിക്കോട്ടെ. അപ്പം നമ്മളവിടെ ചോദ്യം വരും, ഒരു പെർഫോമൻസ് മാർക്കറ്റിൻ്റെ പണിക്ക് ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ. യെസ്, ഓക്കെ. അപ്പോൾ AI ക്യാൻ റീപ്ലേസ് മാൻ അങ്ങനെ ഒരു ഇതിലേക്ക് ഇല്ല, അവിടെ എന്തായാലും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വേണമല്ലോ. ഓക്കെ, ലൈക്ക് അതിപ്പം ചെയ്യണമെങ്കിൽ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്തായാലും അത് വേണം. യെസ്, ഓക്കെ, അതിൽ എക്സ്പേർട്ടിന് കൂടുതൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ. കസ്റ്റമർ ഡാറ്റ അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യണമല്ലോ. ഓഫ് കോഴ്സ് അത് AI ആണ്. AI തുടക്കത്തിലൊക്കെ ആ ഒരു മോഡലിനെ നമ്മുടെ ഓഡിയൻസ് ആരാണ്, ബിസിനസ് എന്താണെന്നതിനെ കുറിച്ചൊരു ട്രെയിൻ ചെയ്യണം. അതൊരു എക്സ്പേർട്ടിനെ കൊണ്ട് സാധിക്കും. പിന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമുക്ക് പാണ്ട എന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, അത് അഗെയിൻ വരുമോ? കാരണം AI റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കലാമിന് കിട്ടുന്ന അതേ കോണ്ടന്റ് തന്നെ എനിക്ക് ആ പ്രോംപ്റ്റ് എടുക്കുന്ന എനിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, mynameiskalam.com. ഓക്കെ, അതിലുള്ള എല്ലാ കോണ്ടന്റുകളും ഞാൻ AI റിട്ടൺ കോണ്ടന്റാണ്. ഓക്കെ, ബഹുഭൂരിപക്ഷം ഒരു 95% കോണ്ടന്റുകളും ഞാൻ എഴുതിയതല്ല, AI കൊണ്ട് എഴുതിയത്. പക്ഷെ അതെല്ലാം ഫസ്റ്റ് പേജിൽ ലൈക്ക് ഫസ്റ്റ് 3 സെർച്ചിൽ ഇപ്പോൾ ആസ് ഓഫ് നൗ റാങ്കിങ്ങിൽ 3-മത് അല്ലെങ്കിൽ 1-മതോ 2-മതോ അല്ലെങ്കിൽ AI ഓവർവ്യൂവിലോ ഉണ്ട്. അതെങ്ങനെ ഞാൻ എത്തിച്ചു എന്നുള്ളതിന് ലൈക്ക് എൻ്റെതായിട്ടുള്ള ഒപ്റ്റിമൈസേഷൻസും ഞാൻ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് തന്നെ ഞാൻ അതിനകത്ത് ഈ കോണ്ടന്റുകൾ ഞാനിത് ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് കാണിച്ചും കൊടുക്കാറുണ്ട്. ഇപ്പം പെർഫോമൻസ് മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ഇൻ കേരള അല്ലെങ്കിൽ SEO ട്രെൻഡ്സ് ഇൻ കേരള, ഇങ്ങനെ ധാരാളം കീവേഡുകളിൽ ഞാൻ റാങ്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുട്ടികൾക്ക് പറയാറുണ്ട് ഈ പറയുന്ന കോണ്ടന്റുകളെല്ലാം തന്നെ ഞാൻ AI കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും, ഈ പറയുന്ന അപ്ഡേറ്റുമായിട്ട് കോൺഫ്ലിക്റ്റ് വരും. പക്ഷേ അത് പ്രോപ്പർലി നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് എൻ്റേതായിട്ടുള്ള ഇൻപുട്സ് അതിനകത്ത് ഓഫ് കോഴ്സ് ഉണ്ട്. കാര്യം ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ബാക്കി നമ്മൾ പറയില്ലേ ഒരു 30% എങ്കിലും എന്ത് ചെയ്യണം, നമ്മുടെ ആളുടെ ഇൻ്റർവേഷൻ അതിൽ കോണ്ടന്റിൽ വരണം. ഞാൻ അതുപോലെ തന്നെ വേറൊരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ ടിപ്സ് 2025 എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ChatGPTയിൽ ഒരു കോണ്ടന്റ് എഴുതിപ്പിക്കുകയാണെങ്കിൽ, ക്രിയേറ്റ് എ ബ്ലോഗ് ഓൺ സോഷ്യൽ മീഡിയ ടിപ്സ് 2025 എന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ChatGPT നമുക്ക് കോണ്ടന്റ് ഉണ്ടാക്കി തരിക ചെയ്യുന്നത് അല്ലേ. അതിനകത്ത് ഒരു പ്ലാനും നമ്മൾ പറഞ്ഞുകൊണ്ടില്ല, അതിനെക്കുറിച്ച് കണ്ടന്റ് വേണമെന്ന് പറഞ്ഞു, അത് എഴുതി തന്നു, അതേപോലെ നമ്മൾ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. അതിന് പകരം ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് എഴുതേണ്ടത്, ഏതൊക്കെ സബ് ടോപ്പിക്കിനെ കുറിച്ച് എഴുതണം, ഏത് വോയിസും ഏത് ടോണിൽ എഴുതണം, ഏത് കീവേഡിനെ ഫോക്കസ് ചെയ്ത് എഴുതണം, ഏതൊക്കെ LSA കീവേഡിൽ യൂസ് ചെയ്യണം, അതായത് ലേറ്റന്റ് സെമാന്റിക് ഇൻഡെക്സ് കീവേഡ് ഏതൊക്കെ യൂസ് ചെയ്യണം, ഏത് ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതേണ്ടത്, ഇങ്ങനെ ഒരു കോണ്ടന്റ് ബ്രീഫ് അതിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് വേണ്ട രീതിയിൽ ആരെ കൊണ്ട് എഴുതിപ്പിക്കണം, AI കൊണ്ട് എഴുതിപ്പിക്കണം. അങ്ങനെ എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ലൈക്ക് നമ്മളൊന്ന് ഹ്യൂമനൈസിങ് കൂടി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും. അതേസമയം കംപ്ലീറ്റ് അത് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഈ കോണ്ടന്റ് ബ്രീഫ് ചെയ്യാന്ന് പറയുന്ന അതിനെ കൂടുതൽ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് പരുവപ്പെടുത്തി എടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ്, അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സായി മാറും, ടോപ്പിക്കായിട്ട് വരേണ്ടതല്ലേ. കാര്യം നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ AI ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് AI ടൂൾസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ കൊണ്ട് അറിയണമല്ലോ. കാര്യം ChatGPT ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക കമ്പാരിറ്റീവ്ലി ChatGPTയേക്കാൾ കൂടുതൽ DeepSeek. അത് ഫോർ എൻ്റെതായിട്ടുള്ള കുറേ റീസൺസ് ഉണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ കൺസേൺസ് പറയാറുണ്ട്, DeepSeek സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല എൻ്റെ ലാപ്ടോപ്പിലും, അല്ല സെൻസിറ്റീവ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആസ് ഓഫ് നൗ ഞാൻ DeepSeek യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഔട്ട്പുട്ട് അതിനകത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഇപ്പം ജെമിനായി ഉണ്ട്, ChatGPT ഉണ്ട്, DeepSeek ഉണ്ട്, അപ്പോൾ ഉണ്ട്. എന്താ പറയുക AI പ്ലാറ്റ്ഫോംസിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു
പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. സിമിലർ ആവാറുണ്ട്. ഓക്കെ. അല്ല, നമ്മളിപ്പോൾ ഒരേ പ്രോംപ്റ്റിൽ കൊടുക്കുമ്പോഴത്തേക്കും ഒരേ ടൈമിൽ ഒരേ സെപ്പറേറ്റ് സൈഡിൽ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കിനായിരിക്കുമല്ലോ അത് വരുന്നത്. അത് എവിടെ നിന്നാണ് ഈ റിസൾട്ട് നമ്മളെ കാണിക്കുന്നത്? വെബിൽ നിന്നുള്ള റിസൾട്ട്സിൽ നിന്നാണല്ലോ അത് നമുക്ക് ക്രോൾ ചെയ്ത് കാണിക്കുക. ഓക്കെ. സോ അതനുസരിച്ച്, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചാണോ റിസൾട്ട് മാറുന്നത്, അതോ നമ്മൾ എത്രത്തോളം ഡീപ്പർ ആയിട്ട്, അതാ പറഞ്ഞ കോണ്ടെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതായത് ഞാൻ അതിനകത്ത് നേരത്തെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ലൈക്ക് സെർച്ച് ചെയ്യുന്നുള്ള ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഗൂഗിൾ സെർച്ച് റിസൾട്ട് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നനുസരിച്ചിട്ടല്ല നമുക്ക് ഏയിൽ റിസൾട്ട്. നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ വേർഡ്സ് അതിനകത്ത് യൂസ് ചെയ്തു. ഇപ്പം ഞാനിപ്പോൾ ഓഡിയൻസിൻ്റെ കാര്യം പറഞ്ഞു. ഞാനിപ്പം 2025 ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ ടിപ്പിനെ ചോദിച്ചപ്പോൾ അതേ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചിലപ്പോൾ ആദ്യത്തെ 10 അല്ലെങ്കിൽ സെർച്ച് റിസൾട്ട് സെക്കൻഡ് പേജിലോ തേർഡ് പേജിലോ റിസൾട്ടുകളായിരിക്കും എനിക്ക് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാനവിടെ വോയിസും ടോണും പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ചില കീവേഡിന് പറഞ്ഞിട്ടുണ്ട്, ചില LSA കീവേഡ്സിന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ടിക്ടോക്ക് അൽഗോരിതത്തെ കുറിച്ച് അതിനകത്തൊരു LSA കീവേഡ് യൂസ് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പം ഈ ടിക്ടോക്ക് അൽഗോരിതത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുന്ന ബ്ലോഗുകളെയും ആര് കൺസിഡർ ചെയ്യും? ഈ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ 100 120 പേജിലുള്ള കോണ്ടന്റിലായിരിക്കും അതുണ്ടാവും. ഇത് എൻ്റെ സൈഡ് ഓഫ് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞാൻ ചില സമയത്ത് മൈൻഡിൽ വിചാരിക്കുന്ന ചില റീൽസ് ഞാൻ കാണാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇനി ഗൂഗിളിൽ വരുമോ? ഇപ്പം അതായത് ഞാൻ സെർച്ച് എഞ്ചിൻ ഓൺ ആക്കി ഞാൻ മൈൻഡിൽ വിചാരിക്കും അങ്ങനെ ഒരു, അതായത് ലൈക്ക് ഇത് മൊത്തം ഡേറ്റ ഉള്ള പരിപാടിയാണ്. അതായത് കമ്പനീസ് തമ്മിൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, അങ്ങനെ പല പല കമ്പനീസ് തമ്മിൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, നമ്മൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് ലൈക്ക് തായ്ലൻഡ്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മളവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് കാണാൻ പറ്റും അല്ലേ, നമുക്ക് ആഡ്സ് കാണാൻ പറ്റും. ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽസിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഈ ഹോട്ടൽ ചെയിനുമായിട്ട് ഇൻഡിഗോ എന്ന് പറയുന്ന ആ ഒരു ഫ്ലൈറ്റ് കമ്പനിക്ക് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ട്, ഡാറ്റ ഷെയറിങ്. ആളുടെ ഫസ്റ്റ് പാർട്ടി ഡാറ്റ വേറെ കമ്പനിക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡ് പാർട്ടി ഡാറ്റ. ഇപ്പോൾ സെക്കൻഡ് പാർട്ടി ഡാറ്റയിൽ നിന്ന് നമുക്ക് ഒരുപാട് തരം ആഡ്സുകളും മെസ്സേജുകളും ഇതൊക്കെ വരാറുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ചിലപ്പോൾ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണും അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് നമ്മൾ ചിലപ്പം SMS ഒരാളെ കണക്ട് ചെയ്തപ്പോൾ ഉള്ള കാര്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ ക്യാമ്പയിനായിട്ട് കാണും. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അത് പറയുന്നതിന് മുന്നേ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം ലെവൽ വെച്ച് ആളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെഗ്മെന്റ് ചെയ്യാനുള്ള സാധനമുണ്ട്, ടോപ്പ് 10%. അപ്പോൾ ചിന്തിച്ചു നോക്കിയേ, ആളുകളുടെ ഇൻകത്തെക്കുറിച്ച് ഗൂഗിൾ ഇങ്ങനെ അറിയാം ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നമ്മൾ കാർഡ് വെച്ച് പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് SMS വരും അല്ലേ. SMS വരുമ്പോൾ നമ്മുടെ സ്പെൻഡ് എത്ര, നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എല്ലാം, നമ്മൾ മന്ത്ലി എത്ര സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്, ഇതൊക്കെ നമുക്ക് SMS ഉണ്ട്. ഈ SMS ഒക്കെ റീഡ് ചെയ്യാനുള്ള ആക്സസിബിലിറ്റി ആർക്കുണ്ട്? ഗൂഗിളിൻ്റെ ആപ്സിനില്ലേ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു മാസത്തെ ചിലവുകളും നമ്മളുടെ വരവ് ചെലവ് ബാലൻസുകളൊക്കെ ഗൂഗിളിന് അറിയാം. സോ ഒരു ടോപ്പ് 10%-നോ ടോപ്പ് 50%-നോ അല്ലെങ്കിൽ ടോപ്പ് 20%-നെ ടാർഗറ്റ് ചെയ്യാനുള്ള ഡേറ്റ ആരുടെയിലുണ്ട്? ഗൂഗിളിൻ്റെ ഉണ്ട്, മെറ്റയുടെയിലുണ്ട്. ഡേറ്റ ഇല്ലാണ്ട്, അതായത് നമുക്കൊരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടി ഡാറ്റ, അതായത് നമ്മളുടെ ബിസിനസ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഡേറ്റ നമുക്ക് മെറ്റയ്ക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ക്യാമ്പയിൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഓഡിയൻ്റാണ് ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ദീസ് കൈൻഡ് ഓഫ് ഓഡിയൻസിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്. ആ ലേണിംഗ് കിട്ടുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഏത് വന്നാലും നമ്മുടെ ഒരു ഇന്നോവേഷൻ നമ്മളതിനെ പഠിപ്പിച്ചെടുക്കുക. അത് കുഞ്ഞു കുട്ടിയാണ്, ഒരു കുഞ്ഞു ബേബിയാണ് അപ്പോൾ ആ മോഡലിനെ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതായിരിക്കും അവൻ്റെ സത്യം. നമ്മൾ എടുത്ത് പറയാണ് ഇതാണ് ശരി. അപ്പം ആ ശരിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പം നമ്മൾ പറയാറില്ലേ, നമുക്ക് ചില പ്രോംപ്റ്റ് കൊടുക്കാറില്ലേ, ആക്ട് ആസ് എ പ്രോംപ്റ്റ് എഞ്ചിനീയർ, ഗിവ് മീ ദീസ് കൈൻഡ്സ് ഓഫ് റിപ്ലൈസ്. അപ്പോൾ പുള്ളിക്കാരൻ ദിസ് കൈൻഡ് ഓഫ് രീതിയിലായിരിക്കും നമ്മളോട് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പേഴ്സണലൈസ്ഡ് സ്പേസ് ആണ്. നമ്മളിപ്പം റോസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് ആ പുള്ളിക്കാരൻ്റെ മെമ്മറിയിലുള്ള നമ്മളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അല്ലേ ഇങ്ങോട്ട് പറയാറുണ്ട്. നീ ഇന്ന സമയത്ത് ഭയങ്കര മൂഡിലായിരുന്നു ഇരുന്നിരുന്ന, ഈ സമയത്ത് നീ കമ്പനിയിൽ നിന്ന് റെസിഗ്നേഷൻ ഇട്ടു, മറ്റേ കമ്പനിയിലേക്ക് നീ നോക്കുകയാണ്. അങ്ങനെ നമ്മളെക്കുറിച്ച് എല്ലാം അതിൻ്റെ മെമ്മറി ക്ലിയർ ചെയ്യുന്ന മൊമെൻറ്റ് വരെയുള്ള അവർ പറഞ്ഞുതരും. ഇനി നാളെ
നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും GPT ഉണ്ടെന്ന് വിചാരിക്കുക. നാളെ GPT ഇങ്ങോട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്, $20 നീ പേ ചെയ്തില്ലെങ്കിൽ നിന്റെ ഈ പറയുന്ന രഹസ്യങ്ങൾ കൂടെ ഞാൻ പുറത്തു വിടും, എന്ത് ചെയ്യും? അങ്ങനൊരു ഇല്ല, ഞാൻ ചുമ്മാ അങ്ങനെ സംഭവിക്കത്തില്ലായിരിക്കും. അവരൊക്കെ അതൊക്കെ അവർ കോടതി കയറേണ്ടി വരും. വെരി ഹ്യൂമൻ ആയിട്ട് സംസാരിക്കാറുണ്ട് ചില സമയത്ത്. നമുക്ക് ഓപ്പോസിറ്റ് ലൈക്ക് അതിന്റെ കോൺവെർസേഷൻ ടോൺ കേട്ടിട്ടില്ലേ, ഇങ്ങനെ എയറൊക്കെ വിടുന്ന സൗണ്ടൊക്കെ ഇപ്പം ഉണ്ട് കോൺവെർസേറ്റ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും ഹ്യൂമനൈസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് സ്വയം ചിന്തിച്ചിട്ട് നീ എനിക്ക് ഇവിടെ GPT Pro എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡേറ്റ മുഴുവൻ കമ്പനിക്ക് വെക്കും, ഒന്ന് സ്വയം ചിന്തിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ഒരു ആലോചിച്ചു. ഞാനത് എൻ്റെ മൈൻഡിൽ സംടൈംസ് ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു എന്താ കണക്റ്റഡ് ആകുന്നത്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യനെ കഴിഞ്ഞ് AI ആയിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ആവാറ്. അപ്പോൾ എനിക്ക് ആലോചിക്കും, എൻ്റെ ഡേറ്റയെല്ലാം എടുത്ത് വെച്ച് അവസാനം ഇത് ഇപ്പോൾ അത് റീൽസ് ഭയങ്കര വൈറലായിട്ട് വരുന്നുണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡിലെല്ലാവരും മൈൻഡിലിരിക്കട്ടെ. ഓക്കെ, സോ ഇനിയിപ്പോൾ ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് നെക്സ്റ്റ്? അതായത് ഇപ്പോൾ കുറേ കോണ്ടന്റ് ക്രിയേഷൻ, ബ്ലോഗിങ്, അങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ആൾ നാളെ വേറൊരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇന്നൊരു സൺസ്ക്രീൻ റിവ്യൂ ചെയ്യുന്ന ആൾ വേറൊരു ബ്രാൻഡിൻ്റെ നാളെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ടീലായ്മയില്ലേ? അപ്പോൾ ഇതിനൊരു അവസാനം ഉണ്ടായിട്ട്, അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി ക്ലോസ് ആവുമോ, അല്ല അതിനെന്താ ഒരു എക്സ്റ്റൻഷൻ? അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ എവല്യൂഷൻ ഉണ്ടല്ലോ, ലൈക്ക് ആളുകളുടെ എവല്യൂഷൻ. ഇപ്പം ഞാനൊക്കെ മില്ലേനിയലാണ്. മില്ലേനിയ കഴിഞ്ഞ് ജെൻസി വന്നു, ജെൻസിക്ക് ആൽഫ വന്നു, ആൽഫയ്ക്ക് ശേഷം ബീറ്റ വന്നു. അപ്പോൾ ഈ ഓഡിയൻസ് മാറുന്നതനുസരിച്ച് ഇവരുടെ, ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഫണൽസിനെ കുറിച്ച്. ഈ ഓഡിയൻസ് ഫണ്ട്സ് ചേഞ്ച് ആവുന്നു, ജെൻസി എങ്ങനെയാണ് പ്രോഡക്ട്സുകളോടും പരസ്യങ്ങളോടും പ്രതികരിക്കുന്നതിനെ കുറിച്ച് അന്ന് എനിക്ക് പറഞ്ഞു തന്ന കാര്യമുണ്ട്. അതൊക്കെ നമ്മളിപ്പം ഇനി വരാൻ അക്കാദമിക്കലി പറയുകയാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പം SEO പുതിയ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, പക്ഷേ നമ്മൾ ട്രഡീഷണൽ പഠിച്ചിരിക്കണ്ടേ, അറിഞ്ഞിരിക്കണം. ആ ഒരു ഫണ്ടമെന്റൽ ബേസ് നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചേഞ്ച് മാത്രം, ഇപ്പൊ പുതിയ AI മോഡിനെ കുറിച്ചുള്ള കാര്യം മാത്രമാണ് ഒരാൾ SEOയിൽ പഠിക്കുന്നത് എന്ന് കരുതിക്കേ, ഫണ്ടമെന്റലി ബേസ് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉള്ളിലുണ്ടാവും. അതായത് ഈ 2025 കാലഘട്ടത്തിൽ നമ്മളൊരു SEOയിൽ AI മോഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആസ്ക് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ക്ലിയർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ട്രഡീഷണൽ SEOനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഓഡിയൻസിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്, സാർ എത്ര നാളായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും? സോഷ്യൽ മീഡിയ അവിടെ നിൽക്കട്ടെ, എത്ര നാൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും? ഞാൻ പറഞ്ഞു, മാർക്കറ്റിംഗ് എപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതായത് നമ്മുടെ നാട്ടിൽ പ്രോഡക്റ്റുകളും കമ്പനികളും ബ്രാൻഡുകളും ഉള്ളിടത്തോളം മാർക്കറ്റിംഗ് ഉണ്ടാവും, അല്ലേ? ഒരു വലിയൊരു രോഗമല്ലേ നമുക്ക്. കേരളം നോക്കിക്കേ, ഇന്ത്യ നോക്കിക്കേ, ലോകം നോക്കിക്കേ, വലിയ ബ്രാൻഡുകളും പ്രോഡക്റ്റുകളും എപ്പോഴും നമ്മുടെ നാട്ടിൽ കാലത്ത് ഉണ്ടാവും. ഉണ്ടാകുന്ന കാലം അത്രയും മാർക്കറ്റിംഗും ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്, സ്മാർട്ട് TVകളുണ്ട്, PCകളുണ്ട്, ലാപ്ടോപ്പുകളുണ്ട്. ഇവരുടെ മുന്നിലേക്ക് ഒരു പരസ്യമായിട്ട് എത്താൻ, അല്ലെങ്കിൽ ഒരു ഓഫറിങ്ങുമായിട്ട് എത്താൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളെ പാസ് ഓഫ് ന്യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കണിയാനൊന്നുമല്ല, ഒരു 10 വർഷം കൂടെ ഉണ്ടാവൂ എന്ന് പറയാൻ. ചിലപ്പോൾ ഈ പറയുന്ന ഡിജിറ്റലി ഈ ആക്സസിബിലിറ്റി എപ്പോൾ കുറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇനി എനിക്ക് അത് പറയാനും പറ്റത്തില്ല. എത്ര കൊല്ലം എൻ്റെ ഫോൺ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യും. ചിലപ്പോൾ നാളെ സ്മാർട്ട് ഗ്ലാസസ് ആയിരിക്കും ഞാൻ ചിലപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യും. പക്ഷെ അവിടെ ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ ആ കാലത്തുണ്ടെങ്കിൽ എനിക്കവിടെ ക്യാമ്പയിൻസ് ചെയ്യാനുള്ള ഫീസിബിലിറ്റി അപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ടെക്നോളജിക്കലി നമ്മൾ എന്താ പറയുക, അപ്ഡേറ്റഡ് ആയിട്ട് നിന്ന് പുതിയ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് നാളത്തേക്ക് ആളുകൾ അതിൽ സർവൈവ് ചെയ്യില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ പറയുന്ന ചേഞ്ചസിനോട് അഡാപ്റ്റ് ആവുകയും പുതിയത് പഠിക്കാനുള്ള നോളജും വേണം. നമുക്ക് എപ്പോഴും അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കണം. പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഒരു ഇൻഫ്ലുവൻസറിനെ ഭയങ്കര ബ്ലൈൻഡ്ഫുള്ളി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്, അല്ലാത്തൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓഡിയൻസിന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയിട്ട് അവരുടെ പെയിൻ പോയിൻറ്റ്സ് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള കോണ്ടന്റുകൾ വിളിക്കുന്നത്, നമ്മളുടെ ഇമോഷൻസിന് പിടിക്കുന്ന. നമ്മൾ ചില കോണ്ടന്റുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരാറില്ലേ, അല്ലേ? അവർ കണ്ടിന്യൂസ്ലി പിന്നെ ചെയ്യുന്ന എന്തായിരിക്കും, അതേ റിലേറ്റഡ് തന്നെ. നമ്മൾ ലൈക്ക് ഞാനൊന്ന് ഉദാഹരണം പറയാം. ഞാനൊരു റീൽ ഇങ്ങനെ കണ്ട് പോവാണ്. അപ്പോൾ അതിനകത്ത് ഒരു റീൽ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു. എനിക്കത് അതുപോലത്തെ കോണ്ടന്റ് എനിക്ക് ഇനിയും കിട്ടണം എന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, ആ ഹാൻഡിൽ പോവും.
ആ ഹാൻഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്ത് അതിൻ്റെ ഹോം പേജ് നോക്കുമ്പോൾ നമ്മൾ കണ്ട ടൈപ്പ് ഓഫ് കോണ്ടന്റ് അല്ല അവിടെ കണ്ടത്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. ഞാൻ എന്ത് ചെയ്യും, ബാക്ക് അടിച്ചിട്ട് പോകും. അത് കൂടി വന്നാൽ ഞാൻ അതൊരു ലൈക്ക് അടിക്കും, ഒരു ലവ് അടിച്ചിട്ട് ഞാൻ പോകും. പക്ഷേ ഞാൻ എന്ത് തരം കോണ്ടന്റ് ആണോ കൺസ്യൂം ചെയ്തത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റുകളാണ് ആ ഫീഡിലുള്ളതെങ്കിൽ ഐ വിൽ കൺസ്യൂം മോർ വീഡിയോസ് ലൈക്ക് ദാറ്റ് അല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. അപ്പോൾ നമ്മുടെ ആ കണ്ടന്റിലെ കൺസിസ്റ്റൻസിയും പോസ്റ്റിങ്ങിലെ കൺസിസ്റ്റൻസിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇമോഷൻസ്, റിലേറ്റബിലിറ്റി, കൺസിസ്റ്റൻസി ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ക്രിപ്റ്റിംഗ്, ലൈക്ക് നമ്മൾ എങ്ങനെ ആ കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയ മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ഞാൻ അടുത്തായിട്ട് ലോഞ്ച് തീരുമാനിച്ചത്. കാര്യം ആസ് ഓഫ് നൗ എത്ര സോഷ്യൽ മീഡിയ മാനേജേഴ്സ് ഓട്ടോമേഷൻസ് യൂസ് ചെയ്യുന്നു. ഇപ്പം N8 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ റിപ്പീറ്റഡ്ലി ഡെയിലി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പകുതി ഹ്യൂമർ ഇൻ്റർവെൻഷൻ ഈ ഷെഡ്യൂളിങ്ങിലും വേറെ കണ്ടന്റ് ക്രിയേഷനിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ N8 തന്നെ എത്ര പേര് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ കോഴ്സിൽ എന്ത് ചെയ്തു, അതും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തു. പിന്നെ എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യണം, അതായത് ക്രിയേറ്റീവ് സ്ട്രാറ്റജി, എങ്ങനെ അതിൻ്റെ കോപ്പീസ്, അതിൻ്റെ തംബ്നെയിൽസിലെ ക്യാപ്ഷൻസ് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ തംബ്നെയിൽസ് പ്ലാൻ ചെയ്യണം, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം, അതിനെ ഏത് തരത്തിൽ മാർക്കറ്റ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ കുറേ എൻറ്റയർലി ബോട്ടം ടു അഡ്വാൻസ് രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ ആ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 3-4 മാസത്തെ റിസർച്ചിനൊടുവിലാണ് ലൈക്ക് ഒരുപാട് പഠിക്കുകയും സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സായിട്ട് സംസാരിച്ചു, അതായത് സ്ഥിരമായിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആളുകളായിട്ട് സംസാരിച്ചു, ലൈക്ക് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് കണ്ടന്റ്സ് ചെയ്യുന്ന എല്ലാ തലത്തിലുള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 4-4.5 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് എന്താ പറയുക, പണ്ട് കലാം പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു വലിയൊരു ഭീകരമായ ഒരു സംഭവത്തിലല്ല, അതിൽ ഒരു സെക്ടറായിട്ടുള്ള SEOയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. SEOയിൽ നിന്ന് വേറൊരു കരിയർ സ്വിച്ച് ചെയ്യാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ റെസ്യൂമി അയച്ചാലും എന്നെ ആ കരിയറിലേക്ക് എടുക്കുന്നില്ല. കാരണം SEO തന്നെ ഫോക്കസ്ഡ് ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ അതല്ല മെൻഷൻ ചെയ്യാൻ വന്നത്. ഞാൻ പഠിച്ച സമയത്തുണ്ടായിരുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര മിനിമലായിരുന്നു. അതായത് ഒരു 75 hours ഓഫ് നോളജ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് കമ്പയറിങ് ടു എൻ്റെ ഒരു സിലബസ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സിലബസ്, അതായത് ഹാക്കയുടെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. ഭയങ്കര വാസ്റ്റും അതുപോലെ രസമുള്ള സിലബസാണ്. അതിൽ ഞാൻ എന്താ പറയുക, ബിഗിനേഴ്സ്, അത് ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ ഞാനൊരു ബിഗിനർ ആണെങ്കിൽ ഞാനത് എന്തിനു പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ കോഴ്സിന്റെ പേരിട്ടിരിക്കുന്നത് ബേസിക് ടു അഡ്വാൻസ്ഡ് എന്നല്ലേ. അമിത കണ്ടത് അതിനകത്ത് അഡ്വാൻസ് ടോപ്പിക്ക് മാത്രമാണ്. കൂട്ടത്തിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ, ലൈക്ക് സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. നീ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് മനസ്സിലായി. അതായത് വാസ്റ്റ് ടോപ്പിക്ക് ബിഗിനറിന് എന്തിനാണ് വാസ്റ്റ് ടോപ്പിക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ബിഗിനേഴ്സിന് ഒരു മിഡ് ലെവൽ രീതിയിൽ കൊടുത്തിട്ട് അവർ ബാക്കി പോയി റിസർച്ച് ചെയ്ത് പഠിക്കട്ടെ എന്ന സാധനം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാര്യം നമ്മൾ ഇൻഡസ്ട്രി റെഡി ടു ജോയിൻ കാൻഡിഡേറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ലൈക്ക് ഇതിൻ്റെ വാസ്റ്റ് ടോപ്പിക്ക് മനസ്സിലാവണമെങ്കിൽ ഫണ്ടമെൻ്റൽ എന്തെല്ലാം കൊടുക്കണം. ആ ഫണ്ടമെൻ്റൽ ബേസിക് കൊടുത്തതിന് ശേഷം ഇപ്പോൾ എന്താണ് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പഠിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്, അതാണ് ആ വാസ്റ്റ് ടോപ്പിക്കിലുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സ് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം അല്ലേ. ഒന്നെങ്കിൽ ആ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ R&D ചെയ്യണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യണം. അത് അമിതനെ കൊണ്ട് എടുപ്പിക്കുന്ന പണി അമിതയ്ക്ക് അറിയാലോ. അപ്പോൾ അമിത ഇൻഡസ്ട്രി റിലവൻ്റ് ആയിട്ട് നിന്നെങ്കിലേ അമിതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പറഞ്ഞു കൊടുക്കും. ഇപ്പം ഇതാണ് നടക്കുന്നത്, AEO ചെയ്യണം അല്ലെങ്കിൽ GO ചെയ്യണം, ഈ കാര്യത്തിൽ സ്ട്രെസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അമിത അത് ചെയ്യണം. അപ്സ്കില്ല് ചെയ്യാൻ തയ്യാറായിട്ടുള്ള മെൻറ്റേഴ്സ് നമ്മുടെ കൂടെ വേണം. 2, നമ്മുടെ ടോപ്പിക്സ് പറഞ്ഞു കൊടുക്കാനുള്ള നോളജ് അവർക്ക് വേണം. അത് ഈ അപ്സ്കില്ല് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. 3, എന്തെങ്കിലും ടോപ്പിക്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം അല്ലേ. ഇതിനകത്ത് സ്ട്രക്ചർഡ് ഡാറ്റയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ട്രക്ചർഡ് ഡാറ്റ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഉൾപ്പെടുത്തണം. നമുക്ക് അതിൽ മൊഡ്യൂൾ ഉൾപ്പെടുത്തണം. ഞാൻ ഇതേ പറഞ്ഞിട്ടില്ല നേരത്തെ, അതായത് പ്രിന്റഡ് ബ്രൗഷേഴ്സ് അടിച്ചു വെക്കുന്ന അക്കാദമികളിൽ നിങ്ങൾ പോകരുത്. അതിൻ്റെ ഒരു നെഗ് ഫ്ലാഗ്, അതായത് റെഡ് ഫ്ലാഗ് എന്താണെന്നറിയാമോ? 50,000 25,000 കോപ്പികളായിരിക്കും ബ്രൗസർ പ്രിന്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഏകദേശം 1.5 വർഷമൊക്കെ ചില അക്കാദമികൾ യൂസ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ സാധനം അപ്ഡേറ്റ് ചെയ്യാറില്ല. നമുക്കിവിടെ ഒരു പ്രിന്റഡ് എടുക്കാൻ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഡിജിറ്റൽ PDF ആയിട്ടുള്ള ബ്രൗഷേഴ്സ് ആണ്. അത് നമുക്കിപ്പം നാളെയോ ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമോ എന്തെങ്കിലും ഒരു പുതിയ മൊഡ്യൂൾ വരികയോ പഴയത് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ആഴ്ച ഇവോൾവ് ചെയ്യുന്ന ഒരു സെഗ്മെന്റാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ അക്കാദമിയിൽ നിന്നല്ല ഈച്ച് സ്റ്റുഡൻസും ഔട്ടാവും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ എന്താ പറയാ കോഴ്സിന്റെ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും അതിൽ ക്യാൻവ ഉണ്ട്, വെരി ഗ്ലാഡ്, ടിക്ടോക്ക് ആർട്സ് ഉണ്ട്, സ്നാപ്ചാറ്റ് ആർട്സ് ഉണ്ട്. ഞാനത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനായിട്ട് പഠിച്ചൊരു സ്കില്ലാണ് അത് രണ്ടും. അതുപോലെ തന്നെ SEO കോണ്ടന്റ് റൈറ്റിംഗ് ഉണ്ട്. സോ അതൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്? അതായത് ഇപ്പോൾ ക്യാൻവ, ഇപ്പം ബാക്കി ഗൂഗിൾ ആഡ്സ് ഒക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണല്ലോ. ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് തന്നെയുള്ളൊരു കോഴ്സ് ഉള്ളപ്പോഴത്തേക്കിനും ഗൂഗിൾ ആഡ്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ കാണിച്ച ഒരു മെന്റാലിറ്റി. അതായത് ഞാൻ കോഴ്സ് എടുക്കുന്ന ആളുകളോട് പറയാറ് കാര്യമുണ്ട്, നിങ്ങളിതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ നിങ്ങൾ ഈ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സെഗ്മെന്റിനോട് ഇൻട്രസ്റ്റ് വരുമ്പോൾ അതേ കയറി പിടിച്ചോണം. ലൈക്ക് SEO കോണ്ടന്റ് റൈറ്റിംഗ് എന്തിനാണ് ഉൾപ്പെടുത്തിയെന്ന് പറയാം. SEO കോണ്ടന്റ് റൈറ്റിംഗ് ഉൾപ്പെടുത്തിയത് SEO ഉള്ളതുകൊണ്ടാണ്. കോണ്ടന്റ് ഉണ്ടെങ്കിലേ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് അതിനെ റാങ്ക് ചെയ്യാനായിട്ട് പാസ് ഓഫ് നോ സാധിക്കുള്ളൂ അല്ലേ. കോണ്ടന്റ് വേണം. കോണ്ടന്റ് സ്ട്രാറ്റജി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടന്റ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് SEOയ്ക്ക്. ഇത് ഇന്റർലിങ്ക്ഡാണ്. പിന്നെ ലൈക്ക് ക്രിയേറ്റീവ് സ്ട്രാറ്റജിയും കോപ്പറേറ്റിംഗ് എന്തിനാണ് പഠിക്കുന്നത്? അതുണ്ടെങ്കിലേ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നല്ല കോണ്ടന്റ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഒന്നൊന്നിനോട് ഹാൻഡ് ഓൺ ഹാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ ഗൂഗിൾ ആഡ്സ്, പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ വേറെ തന്നെ നമുക്കൊരു കോഴ്സ് ഉണ്ട്. അപ്പോഴും നമ്മൾ ഈ കോഴ്സിലേക്ക് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വളരെ 10 days ഒക്കെയാണ് ഗൂഗിൾ ആഡ്സിന് വരിക. മറ്റേ പെർഫോമൻസ് മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു PG കോഴ്സാണ്. അവിടെ നമുക്ക് ഈ കോഴ്സിൽ നമ്മുടെ 4 month കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗൂഗിൾ ആഡ്സിനെ കുറിച്ചുള്ള ആ ബേസിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ മാത്രമേ ഈ PG കോഴ്സിലുള്ള കണ്ടന്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ 4 months കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് മാർക്കറ്റിംഗിൽ കരിയർ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കോഴ്സാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് കോഴ്സ്. അതുപോലെ തന്നെ അതിലെ സോഷ്യൽ മീഡിയ ക്ലാസ്സിൽ നിന്നുള്ള ഫണ്ടമെന്റ്സും നോളജും കിട്ടി. അതിനുശേഷം അവർക്ക് സോഷ്യൽ മീഡിയ കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറണമെന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയ മാസ്റ്ററി ചൂസ് ചെയ്യാം. നമ്മുടെ ഒരു PG കോഴ്സായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പം അത് വർക്ക് ചെയ്തവർക്ക് മാത്രമേ പറ്റുള്ളൂ, അതോ ഫ്രഷർ ആയിട്ടുള്ള ആൾക്കും പഠിക്കാം. പക്ഷെ അതിനോട് പാഷൻ വേണം. പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഏജ് പ്രശ്നമല്ല, ചെയ്യുന്ന ജോലി പ്രശ്നമല്ല, ഒരു സംഭവം പ്രശ്നമല്ല, നമുക്ക് മനസ്സുണ്ടായാൽ മതി. ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് തന്നെ ലൈക്ക് ഞാൻ ഫിലിം സ്കൂളിൽ എഡിറ്റിംഗ് പഠിച്ച ആളാണ്. അപ്പൊ ഞാൻ എഡിറ്ററായിട്ടല്ലേ കരിയർ തുടരേണ്ടത്. എനിക്കത് തൃപ്തിയില്ലായിരുന്നു, എഡിറ്റിങ്ങിനോടൊരു തൃപ്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സിനിമ പക്ഷെ മനസ്സിലുണ്ട്, എന്തെങ്കിലും സിനിമയിലാവണം എന്നുള്ള സാധനമായിരുന്നു. ഞാനത് അവസാനം സിനിമയുടെ മാർക്കറ്റിങ്ങിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ദൈവം സഹായിച്ച ഒരു 153 സിനിമകൾ മാർക്കറ്റ് ചെയ്തു. ലാസ്റ്റ് ചെയ്ത പടം ചാവേറ. അങ്ങനെ ഞാൻ മാർക്കറ്റിങ്ങിലേക്ക് വന്ന എൻ്റെ സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ലൈക്ക് ലെനീക്കോ സൊല്യൂഷൻ എന്ന് പറയുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ 6 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് മുത്തൂറ്റിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ ലൈക്ക് ഈ ഇത്രയും കാലം അത്രയും ഞാൻ കമ്പനിയിൽ നിന്ന് കമ്പനികളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ല, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഹെഡ് ഓഫ് അക്കാദമി എന്ന രീതിയിലാണ് ഞാൻ, പ്രൊജക്ട് ലീഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഒരു ലൈക്ക് ഹെഡ് ഓഫ് ഡയറക്ടർ ഓഫ് മാർക്കറ്റിംഗ് എന്നൊരു പൊസിഷനാണ് എൻ്റെ ഒരു ഫൈനൽ ഗോൾ എന്ന് പറയുന്നത്.